നമ്മുടെ നാട്ടിലെ ഈ കുട്ടികൾ ജനിച്ച് വലുതാവണ പോലെയാണ് ചക്കയും മാങ്ങയും ഉണ്ടാവുന്നത്. പൂവിട്ട് അതുണ്ടാവണ വരെ അതുമ്മ തന്നെയായിരിക്കും ശ്രദ്ധ. ഇനി അത് ഭൂമിയിലേക്ക് അങ്ങ് എത്തിച്ചാലോ, പിന്നെ സ്നേഹം പങ്കുവെക്കണ പോലെയാണ്. വലിയ നല്ല കഷ്ണം നോക്കി അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കൊടുക്കണം. ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക നല്ല സ്നേഹത്തോടെ തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആഘോഷമായിട്ട് ഇത്തിരി ചക്കപ്പുഴുക്കും നല്ല ബീഫ് കറി ഉണ്ടാക്കാം. വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചക്കയിലേക്ക് നാളികേരത്തിൽ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരല്പം ജീരകവും ചേർത്തരച്ചത് കൂട്ടിമഴക്കി അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇനി ഇതിലേക്ക് വേണ്ട നമ്മുടെ ബീഫ് കറി തയ്യാറാക്കാം. നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത ബീഫിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറുതായി ഒന്ന് വറുത്തെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് മഴക്കി കുറച്ചു നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം കലത്തിലോ കുക്കറിലോ ചേർത്ത് വേവിച്ചെടുക്കാം. ഇനിയൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവോള അരിഞ്ഞതും ചേർത്ത് നല്ല പോലെ വാട്ടി മുരിയിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വെച്ച ആ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് അങ്ങ് ചേർക്കാം. ഇറച്ചിക്കറിയുടെ സ്വാദ് ഒരു പടി അങ്ങ് കൂട്ടാനായിട്ട് നല്ല ഗരം മസാല പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി എന്താ, ഇനി ഒരു ഇലയിലേക്കോ പ്ലേറ്റിലേക്കോ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ നല്ല നാടൻ ചക്കപ്പുഴുക്കങ്ങ് വിളമ്പി കൂടെ നല്ല എരിവും കുറുകിയ ചാറും കൂടിയിട്ടുള്ള ആ ബീഫ് കറിയും കൂടെ ഒഴിക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അതിൻ്റെ സ്വാദ് എങ്ങനെയായിരിക്കും എന്ന്.